മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ ബസ്സിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. ആറന്മുള എരുമക്കോട് സ്വദേശി ശ്രീജിത്താണ് അറസ്റ്റിലായത്. ബസ് ഡ്രൈവർ ശ്രീജീവിനെ തലയ്ക്കും മുഖത്തും പുറത്തും കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രവീൺ, എന്തിനായിരുന്നു ഈ വധശ്രമം? കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. പത്തനംതിട്ടയിൽ നിന്നും ചെങ്ങന്നൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവറെയാണ് ആറന്മുളയ്ക്ക് സമീപം മാലക്കരയിൽ വെച്ച് ആക്രമിച്ചത്. ഈ പ്രതി ബസ് തടഞ്ഞു നിർത്തുകയും അതിനുശേഷം വാളുമായി ബസ്സിനകത്തേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയായിരുന്ന ആ ഡ്രൈവറെ തലയ്ക്കും ഒപ്പം തന്നെ മുഖത്തും പുറത്തും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന മറ്റു ജീവനക്കാരും യാത്രക്കാരും നാട്ടുകാരും ചേർന്ന ഉടൻ തന്നെ മാരകമായി പരിക്കേറ്റ ഈ ബസ് ഡ്രൈവറെ മാലക്കരയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. തുടർന്ന് ഈ പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടത്തി വരികയായിരുന്നു ആറന്മുള പോലീസ്. ആലപ്പുഴയിൽ നിന്നുമാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. എരുമക്കാട് സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത്, 39 വയസ്സ് പ്രായം. ആ പ്രതിയാണ് ഇപ്പോൾ ആറന്മുള പോലീസ് ആലപ്പുഴയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഈ ബസ് ഡ്രൈവറും ഈ ശ്രീജിത്തും തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഒരു പരാതി ഇത് സംബന്ധിച്ച് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു. ഇരുവരെയും വിളിച്ചു വരുത്തി പോലീസ് ഒരു അനുനയ ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം ഇരുവരെയും പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു. ശേഷമാണ് ഇതുപോലെ ബസ്സിനകത്ത് ആയുധവുമായി കയറി ശ്രീജിത്ത് ഈ ബസ് ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രതി അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ലോറിയിലെ ഡ്രൈവറാണ്. ഈ ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് സംസ്ഥാനത്തിന് പുറത്തേക്ക് പ്രതി പോകാതിരിക്കുന്നതിനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. അങ്ങനെ ഊർജിതമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകി.